പ്രൈസ് ദ ലോർഡ്. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഒരിക്കൽ കൂടി ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പേര് വേണുഗോപാലൻ നായർ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു നായർ സമുദായത്തിൽ ആണ് ഞാൻ ജനിച്ചു വളർന്നത്. പണ്ട് മുതലേ ആയിട്ടും തൊടിയിലും തീണ്ടലും ഒക്കെ ഉള്ള ഒരു ഭവനമായിരുന്നു. വീട്ടിൽ സ്വന്തമായി കുടുംബക്ഷേത്രവും സർപ്പക്കാവും അങ്ങനെയുള്ള എല്ലാവിധ ആരാധനകളും ഉള്ള ഒരു ഭവനമാണ്. ആ ഒരു പശ്ചാത്തലത്തിലും ആ ഒരു ദാർഢ്യത്തിലുമാണ് ഞാൻ വളർന്നു വന്നത്. എല്ലാം അമ്പലം എന്ന് കേട്ട് കഴിഞ്ഞാൽ, അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ കേട്ടു വളർന്നിരുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവരാണ് ധർമ്മദൈവങ്ങളും പരദേവതകളും സർപ്പക്കാവിലെ പാമ്പുമല്ല എന്നാണ് പറഞ്ഞു വളർന്നതും കേട്ടതും എല്ലാം. ഇന്നും എൻ്റെ കുടുംബത്തിൽ, അതായത് ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ ഇന്നും പോത്തിറച്ചി കയറ്റത്തില്ല. ഇന്നും ആ ഒരു ആചാരത്തിലാണ്. കാരണം കാവും എല്ലാം ഉണ്ടെന്നുള്ള ഒരു ഇതാണ് അവരുടെ എല്ലാം മനസ്സിൽ. പക്ഷെ കേൾക്കാമോ സൗണ്ട്? ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ വളർന്നു വന്നതും. ആ ഒരു ദാർഢ്യവും എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ നടന്നു പോകുന്ന സമയത്ത് എതിരെ ആരെങ്കിലും താഴ്ന്ന ജാതിക്കാർ വന്നു കഴിഞ്ഞാൽ അവര് മുന്നിൽ നിന്നും മാറി പോയി സൈഡിൽ നിന്ന് ഒച്ച വെക്കുമായിരുന്നു. കാരണം അവരങ്ങ് മാറിയിട്ടുണ്ട്. അവരിന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ശബ്ദം തരുമ്പോഴാണ് നമ്മൾ കടന്നു പോകും. നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഒച്ച വെക്കും. അപ്പോൾ ഞങ്ങൾ കടന്നുപോയി അന്നേരം അവർക്ക് കടന്നു പോവാം. ആരും മുന്നിൽ വന്ന് നിൽക്കത്തില്ല. അങ്ങനെയുള്ള ഒക്കെ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവർക്ക് വീടിന്റെ തിണ്ണയ്ക്ക് പോലും കയറുവാനുള്ള അവകാശമില്ല. മുറ്റത്ത് കുഴി കുഴിച്ച് ഇലയിൽ ആഹാരം ഇട്ട് കൊടുക്കുന്നത് ഒരു കുടുംബമായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിലും എല്ലാം വളർന്നു വന്നു. ദൈവത്തിന്റെ അതാണ് ഏറ്റവും വലിയ ദൈവം, അതാണ് ഞങ്ങളാണ് ഏറ്റവും വലിയവർ, നമ്മളെ കവിഞ്ഞ ആരുമില്ല എന്നുള്ള ഒരു ആ പ്രമാണത്തിൽ വളർന്നു വന്നു. എവിടെ പോയിരുന്നാലും ഈ കാവിലെ പൂജയും ഉത്സവങ്ങൾക്കുമാണ് പ്രാധാന്യം. ആരും നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവം. മുണ്ട് മടക്കി കുത്തിപ്പോലും ആരും ഞങ്ങളുടെ മുന്നിൽ നിൽക്കത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. വീട്ടിലായിരുന്നു പണ്ട് കോടതിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ എന്താ പറയുന്ന വിധി കൽപ്പിക്കാനായിട്ട് ആൾക്കാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബമായിരുന്നു. അങ്ങനെ പല സിറ്റുവേഷനിലൂടെയും വളർന്നു വന്നു. അവിടെ നിന്നും എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും എല്ലാം ആ ഒരു ദാർഢ്യം ഉണ്ടായിരുന്നു. അവിടുന്ന് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ ജോലിക്ക് പോയി. അവിടെയും അങ്ങനെയായിരുന്നു. അവിടെയൊക്കെ ചെന്ന് എവിടെ പോയിരുന്നാലും ഞാൻ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തുളസിത്തറ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഈ ആൾക്കാരുടെ വീടിന്റെ മുൻവശത്ത് തുളസിത്തറയും അത് ഇതുകൊണ്ട് അവിടെ തിരി കത്തിക്കുമ്പോൾ അവരെല്ലാവരും ഓടി വന്ന് നമ്മുടെ കാലത്തൊട്ട് വീഴും. നമ്മളെന്തോ വലിയ അത്ഭുത വസ്തുവാണെന്നാണ് അവര് പറയുന്നത്. അന്നൊക്കെ അങ്ങനെയായിരുന്നു വളർന്നു വന്നത്. അവിടെ നിന്ന് ഞാൻ പല രാജ്യങ്ങളിലും ഇന്ത്യക്കകത്ത് ജോലി ചെയ്തു. എല്ലായിടത്തും ആ ഒരു ഗാംഭീര്യവും ആ ഒരു പ്രൗഢിയിലുമായിരുന്നു നടന്നിരുന്നത്. ആരെയും വകവെക്കാതെ എല്ലാം കാരണവന്മാര് കാണിച്ചിട്ടുള്ള അതേ രക്തബന്ധം ആ ഒരു ഇതിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യക്കകത്ത് പല രാജ്യത്തും ജോലി ചെയ്തു. അവിടെ നിന്നുമാണ് ഞാൻ 2019
1999 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ ഗൾഫിലേക്ക് യാത്രയാകുന്നത്. ഗൾഫിൽ പോയിരുന്ന സമയത്തും ഞാൻ ഇതേ ഒരു രീതിയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കട്ടിലിൽ നിന്നും വെളിയിൽ വരണമെന്നൊരു ആ അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് തൊഴുത് കുമ്പിട്ടാണ് വെളിയിൽ വരുന്നത്. അങ്ങനെ ഒരു സ്വഭാവം പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ട് അത് മാറ്റാമില്ലായിരുന്നു. അങ്ങനെ 1999 ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി ബാംഗ്ലൂരിൽ നിന്നും ഞാൻ ഫ്ലൈറ്റ് കയറി വിദേശ രാജ്യമായ ദുബൈയിലേക്ക് പോയി. അവിടെ നിന്ന് വർഷാവർഷം നാട്ടിൽ വരികയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അന്നും ഈ ഒരു ദാർഢ്യത്തിലും ഗൗരവത്തിലുമായിരുന്നു. അങ്ങനെ ഞാൻ 20 വർഷം ഗൾഫിലായിരുന്നു. 2019 മെയ് മാസം 1-ാം തീയതി ഞാൻ ഒരു മാസത്തെ അവധിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഈ 20 വർഷം കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ ഒരു പ്രദേശത്ത് മേടിച്ചു, ഒരു വീടൊക്കെ വെച്ചു. പക്ഷെ ഞാൻ ഗൾഫിൽ ഇരുന്നത് കൊണ്ട് പൈസ അയച്ചു കൊടുത്ത് ആണ് ഈ വീടും വസ്തുവും ഒക്കെ മേടിപ്പിച്ചത്. ഞാൻ ഒന്നുമില്ല, ഇത് എഴുതിക്കാനോ വീട് വെക്കാനോ ഒന്നും വന്നില്ല. വീട് വെക്കുന്ന സമയത്ത് മാത്രം ഞാനൊന്ന് വന്നു. ഒരു 10 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. പിന്നീട് വർഷം വരുന്നുണ്ട്. എങ്കിൽ ഈ 2019 മെയ് മാസം 1-ാം തീയതി ഞാൻ അവധിക്ക് വന്നു. വീടിന്റെ ചെറിയൊരു അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരുന്നു, അത് തീർത്തു. അതെല്ലാം തീർത്തതിന് ശേഷം ഞാൻ ഒരു മാസത്തെ അവധിയുള്ളല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല അനിഷ്ട സംഭവങ്ങളും സംഭവിക്കുവാൻ തുടങ്ങിയത്. ഞാൻ സമയത്തിന്റെ ഇതുകൊണ്ട് ചുരുക്കിയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു നായർ സമുദായത്തിൽ ജനിച്ചവൻ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്തു. ഞാൻ പല അമ്പലങ്ങളിൽ പോയി. അവിടെ എല്ലാം ചെന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു, നീ പരദേവതകളെയും ധർമ്മദൈവങ്ങളെയും സർപ്പക്കാവിനെയും ഒക്കെ വിട്ടിട്ട് പോന്നു. അവർക്കാർക്കും വേണ്ടതൊന്നും നീ ചെയ്യുന്നില്ല, അവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ല, അതിന്റെ ദോഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിൽ ജനിച്ചവൻ ചോദിക്കുന്നത് പോലെ ഞാനും ചോദിച്ചു, അതിനെന്താണ് പ്രതിവിധി? അപ്പൊ അവര് ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്ന മാതിരി വലിയ നമ്മൾ പലചരക്കടയിൽ സാധനം മേടിക്കാൻ ലിസ്റ്റ് എഴുതി കൊണ്ടുപോകുന്നത് പോലെ ഒരു ലിസ്റ്റ് എഴുതി തന്നു, ഇതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞതും പ്രകാരം ഓരോരോ കർമ്മങ്ങൾ ചെയ്തു വന്നു. പക്ഷെങ്കിൽ ഈ വിളിച്ച വിളിപ്പുറത്ത് വരുമെന്ന് പറഞ്ഞവർ ആരും വന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ഞാൻ വീണ്ടും ഈ അമ്പലങ്ങൾ തോറും പോയിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് ഒരു സൈഡിൽ കൂടെ സാമ്പത്തികം ഇറങ്ങിയതല്ലാതെ ഈ വിളിച്ചാ വിളിപ്പുറത്ത് വരുന്നവരാരും എന്റെ മുന്നിലേക്ക് വന്നില്ല. എനിക്കൊരു സന്തോഷമോ സമാധാനമോ തന്നില്ല. ഞാൻ 24 മണിക്കൂറും തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നത് പോലെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ സ്വന്തമായി വെച്ച ഭവനത്തിൽ നിന്നും ഞാനൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോവുകയാണ്. കാരണം യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എന്റെയും ജീവിതത്തിൽ സംഭവിച്ചു. അവിടുന്ന് ഞാൻ വീട് വിട്ടിറങ്ങി. ഇനിയും ഗൾഫിന് പോകുന്നില്ല. എന്തിനു പോകണം, എന്തിനുണ്ടാക്കണം, ആർക്കു വേണ്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. കാരണം ഒരു സൈഡിൽ കൂടെ സാമ്പത്തികം ഇറങ്ങിക്കൊണ്ടേയിരുന്നു, മറു സൈഡിൽ കൂടെ പ്രതികൂലം കൂടിക്കൂടി വന്നു. പക്ഷെ ഈ വിളിപ്പുറത്ത് വരുന്നവരാരും എന്റെ മുന്നിൽ വന്നുമില്ല. എനിക്കൊരു സന്തോഷമോ സമാധാനമോ എനിക്കൊരു അനുകൂലമോ തന്നില്ല. എല്ലാം പ്രതികൂലം കൂടിക്കൂടി വന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇനിയും ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ 20 വർഷം മണലാരണ്യത്തിൽ കിടന്നുണ്ടാക്കിയത് വസ്തുവും വീടും ഒന്നും എന്റേതല്ല. ഈ 20 വർഷം കിടന്നുണ്ടാക്കിയത് മൊത്തം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ എല്ലാവരെയും വിശ്വസിച്ച് പൈസ അയച്ചു കൊടുത്തു.
ഞാൻ ഇത് ചെയ്യിപ്പിച്ചു. പക്ഷേങ്കിൽ ഇവരാരും എന്റെ പേരിലല്ല ഈ വസ്തു എഴുതിപ്പിച്ചത്. അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങുകയും പല അമ്പലങ്ങൾ തോറും പോവുകയും പല കർമ്മങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തു. പല ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി. അവരെല്ലാരും പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പ്രശ്നം, ഇത് ചെയ്യണം, അത് ചെയ്യണം. ശിവനാമോ ഇങ്ങപ്പുറത്ത് നിൽക്കുന്നു, പാർവതി അങ്ങേപ്പുറത്ത് നിൽക്കുന്നു, ലക്ഷ്മി ഇപ്പുറത്ത് നിൽക്കുന്നു. ഇവരെല്ലാം ഇങ്ങനെ മാറി മാറി നിന്ന് നിന്നെ നോക്കുകയാണ്, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. പക്ഷെ വിളിപ്പുറത്ത് വരുന്നവരാരും എന്റെ മുന്നിലേക്കും എന്റെ പ്രതികൂലത്തിന്റെ മുന്നിലേക്കും വന്നില്ല. അങ്ങനെ ഞാൻ ഒരൊറ്റ തീരുമാനമെടുത്തു, ഇനി എന്തിന് ജീവിക്കണം? എല്ലാം നഷ്ടപ്പെട്ടു, ഉണ്ടാക്കിയത് മൊത്തം നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഇനി ഒരു ജീവിതം വേണ്ട. ഇനി ഒരു ജീവിതം വേണ്ട, മരിച്ചേക്കാം എന്ന് തന്നെ ചിന്തിച്ചു. സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടവര് പോലും ഒറ്റപ്പെടുത്തി കളഞ്ഞു. അവിടുന്ന് ഞാൻ ഇങ്ങനെ പല തീരുമാനമെടുത്തു. മരിച്ചേക്കാം, ഇനി ജീവിച്ചിരിക്കുന്നില്ല, ആർക്കു വേണ്ടി സമ്പാദിക്കണം, ആർക്കു വേണ്ടി ഇത് ഇനി ഉണ്ടാക്കണം, ജോലിക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ടുള്ള യാത്രയാണ്. അങ്ങനെ പല കേരളത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. മൂന്നാറിൽ പോയി കുറച്ച് ദിവസം നിന്നു. അത് കഴിഞ്ഞ് തേക്കടിയിൽ വന്ന് കുറച്ച് ദിവസം നിന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് പോയി കുറച്ച് ദിവസം നിന്നു. എല്ലായിടത്തും പോകുമ്പോഴും അമ്പലങ്ങൾ തോറും പോയിക്കൊണ്ടിരുന്നു ഞാൻ. അങ്ങനെ ലാസ്റ്റ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു മുസ്ലിം സഹോദരന്റെ അടുത്ത് പോവുക, അവൻ നിന്റെ എല്ലാ ദോഷങ്ങളും മാറ്റി തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, അത് വേണ്ട. കാരണം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, മുസ്ലിംസിന്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തൊക്കെയോ വലിയ ഇത് ചെയ്യും, ദോഷം കൂടുതലാകും, പ്രശ്നമാകും, മറ്റുള്ളവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്, മുട്ടയിലൊക്കെ അവരെന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു, ഇല്ല, നിന്റെ ദോഷം മാത്രമേ മാറുകയുള്ളൂ, നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല, മറ്റുള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പവും വരത്തില്ല, നിന്റെ ദോഷം മാത്രം മാറ്റുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അവിടെയും പോയി. അവിടെയും 10,000 വെച്ച് ഇറങ്ങി. അവര് പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ലാസ്റ്റ് ഒരു ദിവസം അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അവരൊരു മുട്ടയ്ക്കകത്തിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ അവരുടെ രീതിയിൽ ചെയ്തു. അതിൽ കുറെ അറബി ഭാഷയിൽ എന്തൊക്കെയോ എഴുതി. എന്നിട്ട് അതൊരു ചിരട്ടയ്ക്കകത്തിൽ വെച്ച് പൊതിഞ്ഞു കെട്ടി ഒരു മുല്ലപ്പൂ മാലയൊക്കെ ഇട്ടിട്ട് എന്റെ ഈ തന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോകണം, നിന്റെ ഭവനത്തിൽ പോകണം, നിന്റെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത് കത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ അവരെന്നോട് പറഞ്ഞു, കത്തിക്കുമ്പോൾ ഇത് പൊട്ടുന്നതോടുകൂടി നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും, എല്ലാം അനുകൂലമാകുന്നു. ശരിയെന്ന് പറഞ്ഞു. അത് മേടിച്ചു കൊണ്ടുവന്നു. എന്റെ വീട്ടിൽ പോയി. ബെഡ്റൂമിനകത്ത് കയറി. അപ്പൊ ടൈൽസ് ഇട്ടേക്കുന്ന കാരണം കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇരുമ്പ് തകിടൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അതിന്റെ മേളിൽ വെച്ച് കത്തിച്ച് ഞാൻ ഇപ്പൊ പൊട്ടു എന്നും പറഞ്ഞ് നോക്കിയിരിക്കുക അതിന്റെ സൈഡില്. അവിടെ കൈയും കൂപ്പിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തൊഴുതുകൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ ചില പടക്കം കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുകഞ്ഞു പോകുന്നത് മാതിരി ഈ സാധനം പുകഞ്ഞമർന്നതല്ലാതെ ഒരു പൊട്ടലും ഉണ്ടായില്ല. ലാസ്റ്റ് അതെല്ലാം അങ്ങേര് പറഞ്ഞതുപോലെ ചുരുട്ടിക്കൂട്ടി വാരി ഒരു പേപ്പറിൽ കെട്ടി ഒരു ഒഴുകിയ വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി വിട്ടു. ഒഴുകുന്ന വെള്ളത്തിൽ. അവിടെ ഇന്നും ഒരു അനുകൂലവും വന്നില്ല. പൈസ ഇറങ്ങിയതേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, മറു സൈഡിൽ കൂടെ പ്രതികൂലം കൂടിക്കൊണ്ടിരുന്ന, അല്ലാതെ ഒരു അനുകൂലവും വന്നില്ല. അങ്ങനെ ഞാൻ പല പ്രാവശ്യം മരണത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങി. പക്ഷെങ്കിൽ എന്ന് രാത്രിയിൽ ഞാൻ മരിക്കണമെന്ന് ആലോചിക്കുന്നു, അന്ന് രാത്രി ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. ഞാൻ എന്ന് രാത്രി മരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നുവോ അന്ന് രാത്രി ഞാൻ ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ അവിടെ ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഡബിൾ സൗണ്ട് ആകും. അങ്ങനെ ഞാൻ പല പ്രാവശ്യം മരിക്കണമെന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്ക് മരിക്കാൻ പറ്റിയില്ല. ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു. ഞാൻ പോലും അറിയത്തില്ല ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു. അതേസമയം ഇനി ഞാൻ മരിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവാണോ, ഞാൻ രാത്രി എത്ര സമയം വേണേലും മൊബൈലിൽ ഗെയിമും കളിച്ച് അല്ലെ പിക്ചറും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഉറങ്ങത്തില്ല.
പക്ഷെ എന്ന് ഞാൻ മരിക്കണമെന്ന് ചിന്തിക്കുന്നുവോ അന്ന് ഞാൻ ഉറങ്ങിപ്പോവുമായിരുന്നു. അങ്ങനെ 2019 കടന്നുപോയി, 20 കടന്നുപോയി, 21 കടന്നുപോയി, 22 കടന്നുപോയി. പക്ഷെ എനിക്ക് മരിക്കാൻ മാത്രം സാധിച്ചില്ല. ഞാൻ അന്ന് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2020, അതായത് ഒരു ചെറിയ കമ്പനിയിൽ ഒരു ഞാൻ സെക്യൂരിറ്റി പണി ചെയ്തിട്ടില്ല. ഞാൻ മറ്റുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്തിരുന്നത് ഗാർമെന്റ്സ് ഫാക്ടറിയിൽ ക്വാളിറ്റി മാനേജർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. റെഡിമെയ്ഡിന്റെ കമ്പനിയിൽ ക്വാളിറ്റി മാനേജർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇനിയും തിരിച്ചു പോകുന്നില്ല എന്നുള്ള ചിന്തയിലായിരുന്നപ്പോൾ ഞാൻ ലാസ്റ്റിൽ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ, പൈസ വേണമല്ലോ, ആ ഒരു ചിന്തയ്ക്ക് വേണ്ടി തൊടുപുഴയിലുള്ള ഒരു ക്രഷർ, പാറ പൊട്ടിച്ചു മണലാക്കി കൊടുക്കുന്ന ക്രഷറിൽ ഞാൻ ജോലിക്ക് കയറി. അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറി. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് കൊറോണ എന്ന മഹാമാരി വന്നത്. അന്ന് ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന 100 പേരുണ്ട്, 99 പേർക്കും കൊറോണ വ്യാപിച്ചു. പക്ഷെങ്കിൽ എനിക്ക് മാത്രം കൊറോണ വന്നില്ല. ഞാൻ മരിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ മരിക്കാൻ ശ്രമിച്ചു അന്നും. പക്ഷെങ്കിൽ പറ്റിയില്ല. അന്നും ആലോചിച്ചു ഈ കൊറോണ വന്നങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം മരിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പ്രതികൂലം കൂടുന്നതേ ഉള്ളായിരുന്നു, ഒരനുകൂലവും വന്നില്ല. അങ്ങനെ 4 വർഷം കടന്നുപോയി. 2019 കടന്നുപോയി, 20 കടന്നുപോയി, 21 കടന്നുപോയി, 22 കടന്നുപോയി. അങ്ങനെ 2023 ജൂലൈ മാസം 29-ാം തീയതി രാത്രി ഞാൻ ഇതുപോലെ മരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഇരുന്നു. അന്ന് ഞാൻ നേര്യമംഗലത്താണ് അന്നേരം ഉള്ളത്. നേര്യമംഗലത്ത് ഞാൻ താമസിക്കുന്ന ഒരു റിസോർട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടപ്പുറം എല്ലാം ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്, ആന ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ താമസിച്ചിരുന്ന ആ റിസോർട്ടില് അവിടുത്തെ സ്റ്റാഫ് എല്ലാം വീടുകളിൽ പോയിരിക്കുന്ന, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇന്ന് തന്നെ പറ്റിയ അവസരം, ഇന്ന് മരിക്കണം. ആ ഒരു ചിന്തയിൽ ഞാൻ ഒരു 11:30 വരെ ഞാൻ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഉണർന്ന് പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെങ്കിൽ അന്ന് രാത്രി ഞാൻ ഈ ഉറക്കത്തിൽ കാണുന്നത് ആരോ എന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എനിക്ക് ആളിനെ കാണാൻ പറ്റുന്നില്ല. കൈപ്പത്തിയുടെ ഈ മുട്ട് മുതൽ കൈപ്പത്തി വരെ എനിക്ക് കാണാം. എന്റെ വലത്തെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കണ്ടു, അങ്ങ് മാഞ്ഞുപോയി. പിന്നെ പരസ്യം കാണിക്കുന്നത് പോലെ ഒരു സംഭവം എഴുതി കാണിച്ചു, മാഞ്ഞുപോയി. വീണ്ടും ഒന്നുകൂടി കാണിച്ചു, മാഞ്ഞുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം ഉറക്കത്തിലല്ലേ. അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഈ കാണിച്ച സംഭവം രണ്ടും ഒന്നിന് താഴെ ഒന്നായി വീണ്ടും എന്റെ മുമ്പിൽ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് കാണിച്ചതേ ഉള്ളൂ, മാഞ്ഞുപോയി. രണ്ടാമത് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, മാഞ്ഞുപോയി. പക്ഷെ അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആദ്യം കാണിച്ച റൈറ്റിങ്ങിലും കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഞാനപ്പോ അത് മൊത്തം ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ഒരു വായിച്ചു വന്നപ്പോൾ താഴെ ഒരു പേരും 2 നമ്പരും കണ്ടു. അത് അത് കഴിഞ്ഞ് അടുത്തത് വായിച്ചു. വായിച്ചു വന്നപ്പോൾ താഴെ ഒരു പേരും 2 നമ്പരും കണ്ടു. ഞാൻ അവിടുന്ന് ഇതെന്റെ മനസ്സിലേക്ക്, ആ പേര് വായിച്ചത് മൊത്തം മനസ്സിലേക്ക്, മൈൻഡിലേക്ക് കയറി കഴിഞ്ഞു. ഇത് മാഞ്ഞുപോയി. ദൈവമക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു മാഞ്ഞു പോകുമായിരുന്നു, ഡിസപ്പിയർ ആകുമായിരുന്നു. പക്ഷേ എങ്കിൽ സെക്കൻഡ് ടൈം കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അത്രയും നേരം ആ എഴുതി കാണിച്ചത് എന്റെ മുന്നിൽ നിർത്തി. അവിടുന്ന് അത് കഴിഞ്ഞ് ഇത് മാഞ്ഞു പോവുകയും ഞാൻ എഴുന്നേൽക്കുകയും കൂടിയാണ്. അപ്പോൾ എന്നും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫിലോയുടെ സൈഡിൽ നിന്നും മൊബൈൽ എടുത്തിട്ട് സമയം നോക്കും. അന്ന് ഞാൻ മൊബൈൽ എടുത്ത് സമയം നോക്കിയപ്പോൾ വെളുപ്പിനെ 2:30 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ 2:30 ആയിട്ടുള്ളൂ. അന്നേരം എന്റെ മനസ്സിലേക്ക് ഞാൻ തലേ ദിവസം ചിന്തിച്ചു കിടന്ന എന്താന്ന് പോലും ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേങ്കിൽ എന്റെ മനസ്സിലേക്ക് ഒരു ഒറ്റ ചിന്ത വന്നുള്ളൂ, എന്നെ ആരോ കൈ പിടിച്ച് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടല്ലോ, ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ കിടക്കുന്നത് എന്ന്. സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും രണ്ടാമത് കിടക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലേക്ക് എഴുതി വന്ന ചിന്ത കയറി വരികയാണ്. ഞാനപ്പം
പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്തു. അത് ഗൂഗിളിനകത്ത് ആ പേരും നമ്പരും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പേരും നമ്പരും അടിച്ചു. പേരും നമ്പരും അടിച്ചപ്പോൾ അത് മറ്റൊന്നും ആയിരുന്നില്ല, യെശയ്യാവ് പ്രവാചകനില് 41:10 ആദ്യം എന്നെ കാണിച്ചത്. ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചു. ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ അപ്പോൾ എന്റെ മനസ്സിൽ വന്നു ആ രണ്ടാമത്തേതൂടെ അടിച്ചു കൊടുക്കാം. അതിതായിരുന്നു 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്റെ ഇങ്ങനെ ചിന്തയിൽ വന്നു, ഇതെന്താ നിന്റെ ദൈവമായ യഹോവ എന്നൊക്കെ പറയുന്നു. ഞാൻ ഇങ്ങനൊരു ദൈവത്തെ ഇത് അറിയത്തില്ലല്ലോ, ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നടത്ത് ശിവനുണ്ട്, പാർവതിയുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, ഭദ്രകാളിയുണ്ട്, അയ്യപ്പനുണ്ട്, കൃഷ്ണനുണ്ട്, അതൊക്കെയാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. ഈ നിന്റെ ദൈവമായ യഹോവയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ, സ്വപ്നം കണ്ടതല്ലയോ എന്ന് വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. അന്നേരം ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ഇതെന്താണെന്ന് അറിയത്തില്ല, സ്വപ്നം കണ്ടതല്ലയോ, എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങാൻ പോയി. ഞാൻ ഉറങ്ങി. എന്നും രാവിലെ ഒരു മാറ്റം ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ കട്ടിലിൽ നിന്നും കാലെടുത്ത് തറ വെക്കുന്നതിന് മുമ്പേ ആ കട്ടിലെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ആരാധിച്ചിരുന്നവരെ എല്ലാം വിളിച്ച് പേര് പറഞ്ഞിട്ട്, ഒറ്റയാളുടെ പേരും പേര് മിസ്സാകത്തില്ലായിരുന്നു. കംപ്ലീറ്റ് അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ വായിൽ നിന്ന് വരും. അവരെല്ലാം തൊഴുത് കൂപ്പിട്ട് അതിന് ശേഷമേ കാല് നിലത്ത് വെക്കത്തുള്ളായിരുന്നു. പക്ഷേങ്കിൽ അന്ന് രാവിലെ അത് സംഭവിച്ചില്ല. ആ രാത്രിയിൽ ആ സ്വപ്നത്തിൽ കൂടെ ഇത് കണ്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഇങ്ങനൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഞാൻ അപ്പൊ അതിനെപ്പറ്റി ഒരു ചിന്തയും വന്നില്ല മനസ്സിൽ, അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. പക്ഷെങ്കിൽ തലേ ദിവസം രാത്രി ഞാൻ എന്താണ് ചിന്തിച്ച് കിടന്നിരുന്നത് എന്നുള്ള ചിന്ത പോലും എന്റെ മനസ്സിൽ വന്നില്ല. ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയെന്നോ, ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ ഇരുന്നിരുന്നു എന്നോ ഒന്നും ഒരു ചിന്ത മനസ്സിലേക്ക് വന്നില്ല. ഞാൻ അതിസന്തോഷത്തോടെ എഴുന്നേറ്റു. കുളിയൊക്കെ കഴിഞ്ഞ് ടൗണിലേക്ക് പോയി. റോഡിൽ പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വന്നു ഇദ്ദേഹത്തോട് പറയാം ഇന്നലത്തെ സംഭവം. പിന്നെ മനസ്സിൽ പറഞ്ഞു വേണ്ട, പറയണ്ട, എന്തിനാ പറയുന്നത്, സ്വപ്നമല്ലായിരുന്നു. വീണ്ടും എന്റെ മനസ്സിൽ വന്നു ഇദ്ദേഹത്തോട് പറയണം. അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഇന്ന പോലെ ഇന്നലെ രാത്രി ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു അങ്കിൾ എന്താ കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ കരം പിടിച്ച് നടക്കുന്നതായിട്ട് കണ്ടു, അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതി കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് എഴുതി കാണിച്ചതെന്ന് ചോദിച്ചു. ദൈവമക്കളെ, രാത്രി സ്വപ്നത്തിൽ കൂടെ കണ്ട സംഭവം അടുത്ത ദിവസം രാവിലെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ആ പാസ്റ്ററോട് പറയുകയാണ്, പാസ്റ്ററെ ഞാൻ കണ്ടത് ഇന്നതാണ്. അപ്പൊ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അങ്കിൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്കിൾ ഭയപ്പെടേണ്ട, സ്വർഗത്തിലെ ദൈവം അങ്കിളിനെ കരം പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വർഗത്തിലെ ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ അറിയത്തില്ലല്ലോ, ഞാൻ അറിയുന്ന ഇന്നാരെയാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് എന്നോട് അങ്കിള് ബൈബിള് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഭാഗവതവും മഹാഭാരതവും രാമായണവും ഋഗ്വേദവും എല്ലാം ഉണ്ട്, ഇതുപോലും ഞാൻ വായിച്ചിട്ടില്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം എവിടുന്ന് പാസ്റ്ററെ ഞാൻ വായിക്കാനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല, കർത്താവ് യേശു ക്രിസ്തുവാണ് അങ്കിളിന്റെ റൂമിൽ വന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരിക്കുന്നില്ല, റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ചർച്ചിന്റെ മുന്നിൽ ഒരു കുരിശേൽ ഒരു രൂപം, താഴെ ഒരു മാതാവിന്റെ രൂപം, ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല അങ്കിളെ, അങ്കിളിന് വിശ്വാസവും ഉറപ്പും തരുവാനായിട്ടാണ് ആ 13-ാമത്തെ വചനം അങ്കിളിന് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു എന്നുള്ള വചനം തന്നത് അങ്കിളിന് ഉറപ്പും വിശ്വാസവും തരാനാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അദ്ദേഹം അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചു കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പൊ വിചാരിച്ചു ഈ അമ്പലങ്ങളിലൊക്കെ മന്ത്രം ചൊല്ലുന്ന മാതിരി എന്തോ പരിപാടിയാണെന്നാണ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇത് എന്നോട് പറഞ്ഞ് സന്തോഷിപ്പിച്ചു, സമാധാനിപ്പിച്ചു, ഇനി വിട്ടു. പക്ഷേങ്കിൽ അന്നു മുതൽ ഞാൻ എന്റെ മനസ്സിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. ഞാൻ നല്ലതുപോലെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു 20-40 സിഗരറ്റൊക്കെ ഒരു ദിവസം വലിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഈ രാത്രിയിൽ കൂടെ ഈ ഒരു സംഭവം കണ്ടതിന്റെ അടുത്ത ദിവസം തൊട്ട് എന്റെ മനസ്സിൽ കുടിക്കണമെന്നോ സിഗരറ്റ് വലിക്കണമെന്നോ ഒരു ചിന്തയും വന്നിട്ടില്ല.
അങ്ങനെ എന്നിൽ പല മാറ്റങ്ങളുണ്ടായി. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് നീ കുടിയൊക്കെ നിർത്തിയത്, നിന്റെ ശരീരത്തിന് കേടാകും. അത് ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, എന്റെ മനസ്സിൽ തോന്നി നിർത്താൻ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. അമ്പലങ്ങളിലൊക്കെ പോകുന്ന നിർത്തി, ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോകാൻ തുടങ്ങി എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇരിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, കാരണം ഞാൻ പ്രാർത്ഥന ഈ ക്രിസ്ത്യൻ ഇതിൽ പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവിടെ ഇരുന്നോട് കേട്ട് ലാസ്റ്റ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയും. അവിടെ നിന്നും പല ദൈവദാസന്മാരും സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലരും എന്നോട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഈ ദൈവദാസനോട്, ഈ മനുഷ്യനോട് ഇത് ആര് പറഞ്ഞു? എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയത്തുള്ളൂ. ആര് പറഞ്ഞു ഇത്? ഈ മനുഷ്യൻ എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ള ചിന്ത വരും. പക്ഷെ പിന്നീടാണ്, ദിവസങ്ങൾ പോയപ്പോഴാണ് മനസ്സിലായത്, ഇതെല്ലാം ദൈവം തന്നെ ഈ മനുഷ്യനിലൂടെ എന്നോട് പറയുകയാണ്. സംഭവിച്ച കാര്യങ്ങളും ഞാൻ മരിക്കാൻ പോയ കാര്യങ്ങളും എല്ലാം ദേവദാസന്മാർ തുറന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ സൂം മീറ്റിംഗിൽ കയറി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ വെറും ചർച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം മുന്നിലിരിക്കും, ഹല്ലേലൂയ സ്തോത്രം പറയും, ഇങ്ങനെ ഇരിക്കും, കൈകൂപ്പിയിരിക്കും. അപ്പൊ പലരും എന്നോട് പറഞ്ഞടാ, നിന്റെ വിഷമങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്ക്, നിന്റെ വിഷമം പറഞ്ഞു പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, എന്റെ രാത്രി ദർശനത്തിൽ കൂടെ വന്ന് എന്റെ കരം പിടിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും കൈകൂപ്പി ഇരുന്നാ മതി. ആ ദൈവത്തിനറിയാം എന്റെ മനസ്സിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന്. അപ്പോൾ ആ ദൈവം നമ്മുടെ മനസ്സറിയുന്നവനാണ്, നമ്മുടെ മനസ്സിലുള്ള വിഷയങ്ങളെ ആ ദൈവം അറിയുന്നവനാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം പോയി, പല സൂം മീറ്റിങ്ങുകളിൽ പോയി. അങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ ഒരു ദൈവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു. വേണുഗോപാൽ എന്ന് പറയുന്ന സഹോദരനോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി നീ തന്നെ പ്രയത്നിക്കണം, നിനക്ക് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്കണം. നിന്റെ സഭയിലെ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ദൈവദാസിയോ ഒരു പ്രവാചകനോ ശുശ്രൂഷകനോ ആരുമല്ല പ്രാർത്ഥിക്കേണ്ടത്, നീ തന്നെ പ്രാർത്ഥിക്കണം, നീ തന്നെ പ്രയത്നിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൂതിനെ ഞാൻ സ്വീകരിച്ചു, ഞാൻ ഏറ്റെടുത്തു. ഞാൻ അന്ന് മുതൽ ദൈവത്തോട് പറയാൻ തുടങ്ങി, അപ്പ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്റെ റൂമിൽ വന്ന് എന്റെ കരം പിടിച്ച അപ്പൻ എന്നോട് മനസ്സിൽ വീണ്ടും കാണിച്ചു. എന്റെ വായിൽ നിന്ന് ഓരോ വാക്കുകൾ വരുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. ദൈവം തന്നെ എന്നെ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞാൻ ഇന്ന് പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, പല ആൾക്കാർക്ക് വേണ്ടിയും, പല വിഷമത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെയ്ക്കും. ഞാൻ 2023 ജൂലൈ 23 ദൈവത്തിന്റെ ആ ഒരു ദർശനത്തിലൂടെ ഞാൻ ദൈവത്തെ അറിയുകയും ഇന്ന് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, ബൈബിൾ പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബൈബിൾ തുറക്കും, കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗം വായിക്കും. പക്ഷേ അപ്പനോട് ഇത്രയും പറയും, അപ്പ ബൈബിൾ വചനം ധ്യാനിക്കാനുള്ള കൃപ തരണേ എന്ന് പറയും. ദൈവമക്കളെ, ഇന്ന് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും, ആരുടെ ഒരു വിഷമം എന്റെ മുന്നിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് സമാധാനത്തിന്, സന്തോഷത്തിന്, അവർക്കൊരു സമാധാനം കൊടുക്കുവാൻ ദൈവം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വചനം തരും. ആ അപ്പൻ തന്നെ എന്റെ മനസ്സിൽ ഒരു വചനം തരും, എനിക്ക് ബൈബിൾ പഠിച്ചിട്ടില്ലേലും. അങ്ങനെ ഞാൻ ഈ ദൈവത്തെ അന്നു മുതൽ ഇന്ന് വരെ ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് എനിക്ക് ആ ഒരു സന്തോഷത്തിലെ നിറവില് ഞാൻ നടക്കുന്നു. ദൈവം എന്നിലൂടെ ഈ 2 വർഷത്തിനുള്ളിൽ ദൈവം എന്നിലൂടെ പല പല അത്ഭുതങ്ങൾ ചെയ്തു എന്നിലൂടെ. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇന്ന് അപ്പന്റെ മുമ്പിൽ പിച്ച വെച്ച് നടക്കുന്ന പ്രായം, മുട്ട വലിഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുന്ന പ്രായമാണെങ്കിലും അപ്പന് പ്രായം ഒരു വ്യത്യാസമല്ല. ഇന്ന് പലർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പലയിടത്തും ദൈവം അത്ഭുതം ചെയ്യുന്നു, പല രോഗങ്ങളും വിട്ടുമാറുന്നുണ്ട്, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നുണ്ട് അപ്പനിലൂടെ. അപ്പൊ അവരെല്ലാം എന്നെ വിളിച്ച് നന്ദി പറയുന്നുണ്ട്. ഞാൻ പക്ഷേ പറയും, എന്നോടല്ല നന്ദി പറയേണ്ടത്, എന്നൊന്നും എന്റെ കഴിവല്ല, ഉയരത്തിൽ നിന്നുള്ള കൃപയാണ്, എല്ലാം അപ്പന്റെ കൃപയാ. ആ അപ്പനോട് മാത്രം നന്ദി പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും. കാരണം ഇതിലൊന്നും ഞാനൊന്നുമല്ല. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരൊറ്റ വാക്യമേ ഉള്ളൂ, ഒരു ആണി ഭിത്തിയിൽ തറയ്ക്കണമെങ്കിൽ ഒരു ചുറ്റികയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ അപ്പൻ എന്നെ ഒരു ചുറ്റികയായിട്ട് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഞാനൊന്നുമല്ല, ഇതെല്ലാം മേളിൽ നിന്നുള്ള കൃപയാണ്. ആ സർവശക്തന്റെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എനിക്ക് ഇന്ന് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഇന്ന് സന്തോഷിക്കുന്ന ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ദൈവത്തിന് എന്റെ അടുത്ത് വരാൻ പറ്റിയത്. അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചപ്പോഴൊക്കെ എന്നെ ഉറക്കിക്കളഞ്ഞത്. യോവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പിശാച് യോവിനെ തകർക്കാൻ നോക്കിയപ്പോൾ നീ അവന്റെ സമ്പത്തെല്ലാം എടുത്തോ എന്ന് പറഞ്ഞു. എന്റെ ഭക്തനെ മാത്രം തുടരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് എന്നെ പാറ്റിക്കളയാൻ പല പ്രാവശ്യം നോക്കിയപ്പോഴും ആ അപ്പൻ എന്നെ മാത്രം തുടർന്ന് നീ അവന്റെ സമ്പത്ത് എടുത്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ മണ്ണോട് മണ്ണായി പോയനായിരുന്നു. ആ അപ്പൻ എത്ര വലിയവനാണ് നിന്നാണ് ഞാൻ അറിയുന്നത്. ഈ ദൈവത്തെ കിട്ടിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്റെ ജീവിതത്തിലെ ഒറ്റ ഒരാഗ്രഹം ഇതേ ഉള്ളൂ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും വിട്ടിട്ട് ഈ അപ്പന്റെ ശുശ്രൂഷയ്ക്കായി, അപ്പന്റെ ജോലിക്കായി ഇറങ്ങണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഇന്ന്, നിങ്ങൾക്കറിയാമോ, ഞാൻ നല്ലമാന്തരം ഫോം പെട്ടി കിടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് കിടക്കുന്ന പുൽപ്പായില്. ഒരു ഭിത്തി എല്ലാം ഇടിഞ്ഞ് ഒരു പെരക്കകത്തില് വാടക വീട് എടുത്തിട്ട് അതിനകത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കാരണം ഞാൻ ഉണ്ടാക്കിയ ഭവനത്തിൽ പോലും കിടക്കുവാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. ഒന്നുണ്ട്, ഞാൻ എവിടെ കിടന്നാലും ഈ കരം പിടിച്ച അപ്പൻ എന്റെ കൂടുണ്ട്. എന്റെ ജീവിതത്തിൽ തന്നെ ദൈവം എന്നോട് തന്നെ നേരിട്ട് പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്തതുപോലെ അല്ല, എന്നോട് ചെയ്തിട്ടുണ്ട്. ഞാൻ സുഖമില്ലാതെ എന്റെ തൊണ്ടയ്ക്ക് 2 ദിവസം ശബ്ദമില്ലായിരുന്നു. ഞാൻ ആ ശബ്ദമില്ലായിരുന്ന സമയത്ത് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട്, എന്റെ ബോസും പറഞ്ഞു, ചേട്ടൻ കസ്റ്റമറിന്റെ അടുത്ത് പോവണ്ട, ആരെയും ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന്. ശരിയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റ വിശ്വാസം എന്റെ മനസ്സിലുള്ളായിരുന്നു, എന്റെ ഡോക്ടർ അപ്പനാണ്, എന്റെ ആശുപത്രി സ്വർഗമാണ്. ഞാൻ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു തൊണ്ടയ്ക്ക്. ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചു. കഴിഞ്ഞു 2-ാമത്തെ ദിവസവും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്, കാരണം ശബ്ദം വരുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, അപ്പ രാവിലെ എനിക്ക് സ്തോത്രം പറഞ്ഞ് എഴുന്നേൽക്കുവാൻ സാധിക്കണമെന്ന്. ദൈവമക്കളെ, അത്ഭുതമാണ് സംഭവിച്ചത്. ഒറ്റ വാക്ക് ശബ്ദം പോലും പുറത്തു വരാത്ത എന്റെ തൊണ്ടയിൽ നിന്നും അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ എഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു സംഭവിച്ചത്, ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നും മുണ്ടക്കയത്തിന് എന്റെ 2 വീലറിൽ പോകുമ്പോൾ, ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും ഞാൻ വാഹനം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടിയിൽ ഇരുന്നെല്ലാം പ്രാർത്ഥിച്ചാ പോകുന്നത്. അന്ന് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും മുണ്ടക്കയം വരെ വാഗമണ്ണിൽ നിന്നും ഈരാറ്റുപേട്ട വരെ എത്തുന്നതിൻ്റെ ഇടയിൽ മൊത്തം എയർപിൻ വളവുകളുണ്ട്, യു പോലത്തെ വളവുകളുണ്ട്. ഒരു വളവ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു, ഒരു വളവെന്ന് പറഞ്ഞ കറക്റ്റ് യു വളവാണ്. നമ്മൾ യു എഴുതിയേക്കുന്നത് പോലത്തെ വളവാണ്. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. എന്നും പോകുന്ന റൂട്ടായിരുന്നു. പക്ഷെങ്കിൽ എന്റെ വണ്ടി അന്നേരം ഇടത്തോട്ട് ഇങ്ങനെ വളയുന്നില്ല, വണ്ടി നേരെ പോവുക. അതായത് മുൻവശം ആഘാതമായ കൊക്കയാണ്. ഞാൻ പോകുന്നു, ഈ വണ്ടിയുടെ എന്റെ നിയന്ത്രണം വിട്ടു, വണ്ടി വളയ്ക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് എന്റെ വണ്ടിയുടെ ബ്രേക്ക് ലിവർ എന്റെ വിരളെ വന്ന് തട്ടാൻ തുടങ്ങി. എന്റെ വിരളെ വന്ന് ബ്രേക്കിന്റെ ലിവർ തട്ടാൻ തുടങ്ങി. ഞാൻ അസാധാരണമായ ഒരു സാന്നിധ്യത്തിലുമായി. പെട്ടെന്ന് എന്റെ വണ്ടി ആ വളവില് തിരിയുകയും ബ്രേക്ക് പിടിച്ച് സ്ലോലി വണ്ടി തിരിയുകയും ആ 1 കിലോമീറ്ററോളം ഞാൻ ആ സാന്നിധ്യത്തിൽ വണ്ടി ഓടിക്കുകയും ചെയ്തു. അന്നേരം എനിക്ക് മനസ്സിലായത്, ഞാൻ പോകുമ്പോഴെല്ലാം ഈ അപ്പൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ വണ്ടി മുന്നിലുള്ള കുക്കയിലാ പോകുന്നത്. അവിടെയും അപ്പൻ നേരിട്ട് ഇറങ്ങി വന്ന് ബ്രേക്ക് പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എന്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഞാൻ എന്റെ വാഹനം തന്നെ മേടിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. കാരണം ഒരു വാഹനം മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ
20,000 രൂപ കൈ വെച്ചിട്ട് ഞാന് പോകുന്ന ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ചർച്ചിൽ വരാനും പോകാനും ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എനിക്ക് വേണമെന്ന്. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞു, അങ്കിളെ നമുക്ക് മേടിക്കാവുന്ന. അങ്ങനെ ചെന്നപ്പോ എല്ലാവരും പറഞ്ഞു, ചേട്ടാ ആ 20 കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചെക്ക് ലീഫും കൊടുത്തു, ആധാർ കാർഡിന്റെയും പിന്നെ ഒരു സാക്ഷിയും വീടിന്റെ കരമടച്ചതിന്റെ രസീതും അതും ഇതും എല്ലാം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബാങ്കുകാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ആധാർ കാർഡിന്റെ കോപ്പി തന്നാൽ മതി, ഒരു ചെക്ക് ലീഫും തന്നാൽ മതി, എടുത്തു തരാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അവർക്ക് ആധാർ കാർഡിന്റെ കോപ്പിയും കൊടുത്തു, ചെക്ക് ലീഫ് എല്ലാം എഴുതി വെച്ച് നിൽക്കുമ്പോൾ അവരുടെ ലെറ്റർ വന്ന് എനിക്ക് ആധാർ കാർഡിന്റെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് ചേട്ടന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു, വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അവര് ആ ഭാഗത്തുള്ള എന്റെ വീടിന്റെ സ്ഥലത്തുള്ള ആ ബാങ്കിൽ നിന്ന് അവര് ആളിനെ വിട്ടു. അവിടെ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ എന്നോട് ചോദിച്ചു, ഇത് എത്ര സെന്റ് സ്ഥലവാ, എത്ര സ്ക്വയർ ഫീറ്റ് വീടാ, ഇതെല്ലാം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരന്മാരെ, ഇത് വിൽക്കാനൊന്നും അല്ല എനിക്ക്, ഞാൻ വിറ്റ് വണ്ടി എടുക്കാനല്ല, നിങ്ങൾ ജസ്റ്റ് വെരിഫൈക്ക് പോയതല്ലേ എന്ന് ചോദിച്ചു. അത് ക്യാൻസൽ ചെയ്തു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, അവര് വസ്തുവിന്റെ പ്രമാണം വെച്ച് എന്റെ കോപ്പി കൊടുത്തും സോറി, കരമടച്ച രസീത് കൊടുത്തും എല്ലാം വിറ്റ്നസ്സും ഒക്കെ വേണം. ഞാൻ പറഞ്ഞു അതിനല്ലെന്ന് പറഞ്ഞു. അവരന്ന് വൈകിട്ട് എന്റെ ആ ലോണിന്റെ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയും വേണ്ട, ശ്രമിക്കുന്നില്ല, എനിക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അപ്പൊ എനിക്ക് 20,000 സെക്കൻഡ് ഹാൻഡ് തന്നെ മതിയപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ബാങ്കുകാര് അവിടെ വരികയും എന്നോട് സംസാരിക്കുകയും ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇതൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചേട്ടന്റെ ആധാർ കാർഡിന്റെ കോപ്പി ഒന്ന് താന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആധാർ കാർഡിന്റെ ഒറിജിനൽ തന്നെ കൊടുത്തു. അവരുടെ മൊബൈലിനകത്തിൽ അവർ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തു, സെക്കൻഡ് കൊണ്ട് എന്നോട് പറഞ്ഞു ചെക്കും തരണ്ട, ഒന്നും തരണ്ട, ചേട്ടന്റെ ലോൺ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞു. കാരണം വെറും ആധാർ കാർഡിന്റെ കോപ്പിയിൽ എനിക്ക് ലോൺ അപ്രൂവൽ ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ അപ്പൻ അയച്ച ആൾക്കാരായിരുന്നു. അങ്ങനെ ഞാൻ ആ കയ്യിൽ വെച്ചിരുന്ന 20,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പേരിൽ എനിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് തന്നു. ആ വണ്ടി എനിക്കറിയാം എന്റെ അപ്പൻ തന്നതാണ്. ഇന്ന് ദൈവമക്കളെ, ഞാനല്ല എന്റെ വണ്ടി ഓടിക്കുന്നത്, ഞാൻ വണ്ടിയെ ഇരിക്കുന്നതേ ഉള്ളൂ, എന്റെ അപ്പനാ ഓടിക്കുന്നത്. ഞാൻ ആ വണ്ടി മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും കൊട്ടാരക്കരയും കൊച്ചി, ഫോർട്ട് കൊച്ചിയിലും ഒക്കെ പോകുന്നുണ്ട് സാക്ഷ്യം പറയാൻ. ഞാൻ ഈ ബൈക്കിലാ പോകുന്നത്. 4 മണിക്കൂർ 5 മണിക്കൂർ ഒക്കെ യാത്ര ചെയ്ത് ഈ ബൈക്കിലാ പോകുന്നത്, ഈ തിരക്കിന്റെ ഇടയിലെല്ലാം. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒരുപാട് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പൊ അവിടെ സംഭവിക്കണം അത്ഭുതം. അത് പറഞ്ഞാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരൊറ്റ വിശ്വാസമുണ്ട്, നമ്മൾ അധികാരം തന്നിട്ടുണ്ട്, നമ്മൾ വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും, അവിടെ സംഭവിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത, കർത്താവിനെ പോലും അറിയാത്ത ഞാൻ ഇന്ന് ആ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്റെ മനസ്സിലെ ആഗ്രഹം മൊത്തവും ഈ ജോലിയെല്ലാം കളഞ്ഞ ഇന്ന് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. എല്ലാവരും എന്നോട് ഏജ് പ്രശ്നം പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്ക് ദൈവം കരുതി വെച്ചിരുന്നത് ഹോട്ടലിൽ ടേബിളിൽ ആൾക്കാർക്ക് വിരുന്ന് കൊടുക്കാൻ. ഞാൻ ഇന്ന് 2 വർഷമായിട്ട് സന്തോഷത്തോടി ആ ജോലി ചെയ്തു പോകുന്നു. എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരാണ് ഞാൻ നോക്കത്തില്ല. അവരോടെല്ലാം ഞാൻ എവിടെ നിന്ന് വന്നു, ഏത് രീതിയിലായിരുന്നു, ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു എന്ന് ഞാൻ അവരോട് പറയും. അതിന് മുതലാളി പോലും എന്നോടൊന്നും പറയത്തില്ല. രാവിലെ എനിക്ക് ചർച്ചിൽ പോകാൻ ഞായറാഴ്ച ദിവസവും പോയേ പറ്റൂ എനിക്ക് ജോലിക്ക്. ആ ഞായറാഴ്ച ദിവസവും എനിക്ക് ചർച്ചിൽ പോകുവാൻ ആ ബോസ് സമയം തന്നിട്ടുണ്ട്. എന്റെ രാവിലെ 7 മണിയായിരുന്നു ഡ്യൂട്ടി. ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചൊവ്വാഴ്ച ദിവസം 10 മണിക്കേ വരത്തുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന പോലൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യണം. അതിനെന്താ ഏട്ടൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു മുതലാളിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് എവിടെ പ്രെയർ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഞായറാഴ്ച ആണെങ്കിൽ പോലും തിരക്കുള്ള ദിവസമാണ് പൊക്കോളാൻ പറയും. എല്ലാം അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നതാ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുതലാളിയെ പോലും എനിക്ക് കിട്ടില്ല. ഞാൻ ഈ അടുത്തിടെ എനിക്ക് പെട്ടെന്നൊരു നെഞ്ചിന് വേദന ഉച്ചയ്ക്ക് വന്നു.
എന്നെ പെട്ടെന്ന് കൊണ്ട് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ഈ മുതലാളി തന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവർ ECG എടുത്തപ്പോൾ ECG അത്ര ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ചേട്ടാ വീട്ടിലൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ഡോക്ടറെ വീട്ടിൽ അറിയിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന്. അവരെ ഇവിടുന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോയി, എല്ലാം എടുത്തുകൊണ്ട് പോയി, മൊബൈലൊക്കെ എടുത്തുകൊണ്ട് മൊബൈൽ ICUവിനകത്ത് തരാൻ അലൗഡ് ഇല്ലല്ലോ. അവരെടുത്തുകൊണ്ട് പോയി. അവരവിടുന്ന് ഡോക്ടർ പോയിട്ട് മറ്റേ കൂടെ മുതലാളി വന്ന് നിൽപ്പുണ്ടായിരുന്നു പുറത്ത്. പുള്ളിയോട് പോയി പറഞ്ഞു. പുള്ളി അകത്ത് കയറി വന്ന് എന്നോട് പറഞ്ഞു, ചേട്ടാ ഭയപ്പെടണ്ട, ഞാനിവിടെ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരുപാട് ഭയവും ഇല്ല, എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് സ്തോത്രം പറഞ്ഞു. ഞാൻ ആ കട്ടിലേൽ ചിരിച്ച് എല്ലാവരോടും ചിരിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഞാൻ 2 മണിക്ക് അഡ്മിറ്റ് ആയ ഞാൻ 6 മണിയായപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ പുറത്തു വന്നു. കാരണം ആ അപ്പൻ എന്നെ തൊട്ടു. തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവർ ബ്ലഡ് എടുത്ത് ECG എടുത്തു, എല്ലാം എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ, എല്ലാം നോർമൽ. അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് അത് തന്നെയായിരുന്നു. അപ്പൊ ബ്ലഡ് എടുത്താലും ECG എടുത്താലും എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഇനി ഒന്നുകൂടി അവരെടുക്കണം, എടുക്കുമ്പോൾ അത് നോർമൽ ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവം അത് തന്നെ ചെയ്തു. രണ്ടാമതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്ന് ECG എടുത്തപ്പോൾ നോർമലായി. എന്നോട് എന്നിട്ട് പറഞ്ഞു, ഈ ECG നോർമൽ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെല്ലാം ദൈവത്തിന്റെ കൃപയാ സാറേ എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിൽ വന്നു, റൂമിൽ പോയി. 2 ദിവസം എന്നെ ജോലിക്ക് കയറണ്ട എന്ന് മുതലാളി പറഞ്ഞു. ഞാൻ ആ 2 ദിവസം വീട്ടിലിരുന്നു. എനിക്ക് ആഹാരം വരെ റൂമിൽ കൊണ്ട് തരുവാനും സാറ് ആളിനെ കൊണ്ട്. എങ്കിൽ അവിടെയും ദൈവം അത്ഭുതം ചെയ്തു. കാരണം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് എന്തോ വലിയ പ്ലാനും പദ്ധതി എന്നിലൂടെ ചെയ്യുവാനുണ്ട്. അപ്പം ആ ദൈവത്തെ ഞാൻ മരിച്ചാൽ പറ്റത്തില്ല, ഞാൻ ജീവിച്ച് തന്നെ ഇരിക്കണം. പിശാച് എത്ര കെണി ഒരുക്കിയാലും എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ അപ്പൻ ആ കെണിയിൽ നിന്നെല്ലാം എന്നെ പുറത്തു കൊണ്ടുവരും. പാരമ്പര്യത്തിന്റെ അന്ധകാരം ഇന്നും എന്റെ പിന്നാലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈയിടെ എല്ലാം ഈ അരോമ TVയിൽ എന്റെ സാക്ഷ്യം നടന്നതിന് ശേഷം പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ട്. ആ പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം മുതൽ ഞാൻ ഭയങ്കരമായ പ്രതികൂലത്തിലാണ്. കാരണം ഞാൻ ശാരീരികമായിട്ട് ഈയിടെ എല്ലാം ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയെല്ലാം ഞാൻ അപ്പനോട് പറയും, അപ്പ സാന്നിധ്യം ഉണ്ടാകണം കൂടെ, പിശാചിന്റെ തന്ത്രങ്ങളെ എല്ലാം പൊളിക്കുവാൻ അപ്പൊ ആ കൃപാവരം അടിയന് നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അവിടുന്ന് ആ സാന്നിധ്യത്തിലാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴും എന്റെ കയ്യിൽ ഒരു ബാൻഡേജ് ഇട്ടായിരുന്നു, അത് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, കൈയുടെ ജോയിന്റിന് വേദനയായി. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, പല അസുഖങ്ങൾ വരുമ്പോഴും, ഒരു മാനുഷിക സഹായമില്ല ഇരിക്കുമ്പോഴും സ്വർഗത്തിലെ ആ കരം ഇന്ന് തന്നെ കൊണ്ട് നടക്കുന്നു, പിടിച്ചോണ്ട് നടക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു ദിവസം രാത്രി കടന്നു, എനിക്ക് മേല് മൊത്തം വേദനയായി. കാലിന്റെ ഉപ്പൂറ്റി മുതൽ മേപ്പോട്ട് വേദന വന്നു. ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നിട്ട് കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് ഇപ്പൊ സൗഖ്യം തരണം, എനിക്ക് ഉറങ്ങണം, എനിക്ക് ബുദ്ധിമുട്ടാകുന്നു, കാല് മൊത്തം വേദന, അപ്പൊ അവിടെ തൊട്ട് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കാലിന്റെ വേദന എല്ലാം മാറിപ്പോയി. ഞാൻ കിടന്ന് സുഖമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ വയറ്റിൽ അടിഭാഗത്ത് പുക്കിളിന്റെ താഴെ കറക്റ്റ് ജോയിന്റിന്റെ ഭാഗം എനിക്ക് അതിഭയങ്കരമായ വേദന എടുത്തു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ അവരെന്നെ വിട്ടു, ബലമായിട്ട് കമ്പനിയിൽ നിന്ന് വിട്ടു, ജോലി ചെയ്യുന്നിടത്തുനിന്ന്. അവിടെ ചെന്നു. അപ്പോഴും ഡോക്ടർ എന്നോട് ചോദിച്ചു, ഹിരണ്യയുടെ അസുഖമുണ്ടോ, ഇതൊന്നും വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അസുഖം എന്റെ മേൽ വരുത്തുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേദന കൂടി, എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, പാൻറ് പോലും ഇടാൻ വയ്യാത്ത സ്റ്റേജ് ആയിരുന്നു. അതിഭയങ്കരമായ വേദന. അവിടെ ഞാൻ കൈവച്ചു പ്രാർത്ഥിച്ചു. എന്റെ അപ്പം തന്നെ എനിക്ക് വിടുതൽ വന്നു. വേദന എവിടെ പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. ദൈവമക്കളെ, നമ്മൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടെ അത്ഭുതം നടക്കുമെന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ആ അപ്പനെ മുന്നിൽ കണ്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കും.
കാരണം നമ്മളെ ഒരിക്കലും വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കൂടെ ഈ നിമിഷവും ഉണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൻ. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവത്തെ അറിയുവാൻ സാധിച്ചു. ഇന്ന് ഞാൻ ആ ഒരു സന്തോഷത്തിൽ എന്റെ പഴയകാല ചിന്തകളെ എല്ലാം വിട്ട് ഞാൻ അപ്പനെ മാത്രം വിശ്വസിച്ച് അപ്പനെ മാത്രം എന്റെ കയ്യെ പിടിച്ചിരിക്കുന്ന അപ്പന്റെ കൂടെ നടക്കുകയാണ്. ഇനിയും എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, അപ്പന്റെ ശബ്ദം കേട്ട് എനിക്ക് അപ്പന്റെ ജോലിക്കായിട്ട് ഇറങ്ങണം. അതിനും ദൈവം എത്രയും പെട്ടെന്ന് വഴി ഒരുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ എല്ലാവരും പറയും ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എങ്ങനെ ഇറങ്ങി വന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്. പക്ഷെ എങ്കിൽ എന്റെ ജീവിതത്തിലും അതുണ്ടായി. എന്നോട് 2-3 വട്ടം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ സ്പഷ്ടമായിട്ട് എന്നോട് പറഞ്ഞു, നീ അവരോട് സംസാരിക്കരുത്, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിനക്ക് വേണ്ടി അവരോട് സംസാരിക്കും. ഞാനിത് ഇങ്ങനെ രാത്രി കേൾക്കുവാണ്, ആരോ എന്നോട് പറയുന്നത് പോലെ. അതുപോലെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ ഊഴിയ വേലയ്ക്കായി നിയമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയത്തില്ല ഊഴിയ വേലയ്ക്കായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പലരോടും ചോദിച്ചപ്പോ പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തമല്ലേ, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് നിയമിക്കുന്നു എന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വട്ടം അപ്പൻ എന്നോട് സംസാരിച്ചു. ഇനിയും നടന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും വേണ്ടി പ്രാർത്ഥിച്ച അവിടെ എല്ലാ അത്ഭുതം നടന്നു. ഇനിയും എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കേട്ടിട്ടുണ്ട് ദേവദാസന്മാര് രോഗശാന്തി കൊടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ കിട്ടിയോ അല്ല യേശുവിനെ പറ്റി അവരോട് സുവിശേഷം പറഞ്ഞോ ഒക്കെയാണ് പലരും ദൈവത്തെ അറിയുന്നത്. പക്ഷെ ഞാൻ ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തി ദൈവം തന്നെ നേരിട്ട് എന്റെ കിടപ്പുമുറിയിൽ വന്ന് എന്റെ കരം പിടിച്ച് എനിക്ക് ദർശനം തന്ന് എന്നെ ദൈവത്തിങ്കിലേക്ക് എടുത്തപ്പോൾ, അപ്പോൾ ആ ദൈവത്തിന് വലിയൊരു പ്ലാനും പദ്ധതി എന്നിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ദൈവം സാധാരണ എല്ലാവർക്കും പറയും, കൈവെപ്പിലൂടെ അഭിഷേകം കിട്ടുന്നു, കൈവെപ്പിലൂടെ അന്യഭാഷ കിട്ടുന്നു, കൈവെപ്പിലൂടെ രോഗശാന്തി കിട്ടുന്നു. എല്ലാം എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ഞാൻ 10 മണിക്ക് ബ്രേക്കിന് ഇറങ്ങിയ വെച്ച് റൂമിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, അപ്പൊ പല ദേവദാസന്മാരും പറഞ്ഞിട്ടുണ്ട് രക്തം ജയം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടുമെന്ന്. ശരിയാണ്. ഞാൻ അന്ന് 10 മണിക്ക് ബ്രേക്കിന് ഇറങ്ങിയിട്ട് റൂമിൽ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രക്തം ജയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കരം പിടിച്ച അപ്പം തന്നെ എന്റെ നാവിൽ അന്യഭാഷ അടയാളവും വന്നു. അപ്പൊ എത്ര സ്നേഹനിധിയായ അപ്പന നമ്മളെ കരുതുന്ന അപ്പന. നമുക്കൊന്നിനും കുറവ് വരുത്താതെ, ഇപ്പൊ നമുക്ക് കുറവുണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ വരും ദിവസങ്ങളിൽ ആ കുറവുകളെ എല്ലാം ഈ അപ്പൻ നികത്തി തരും. ഇത്രയും സമയം എന്റെ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ സാക്ഷി ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ഒരു പാരമ്പര്യത്തിന്റെ അന്ധകാരിക്കട്ട് കിടന്ന് എന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലേക്ക് ആ ദൈവം തന്നെ കൊണ്ടുവന്ന് വഴി നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ അത്ഭുതം എന്താണെന്നുണ്ട്. ഞാൻ ഒന്നിനും യോഗ്യനല്ല, എങ്കിൽ ഇന്നെന്നെ ആ യോഗ്യതയിലേക്ക് കരം പിടിച്ചു കൊണ്ടുവരുന്ന ഈ അപ്പനെ ഞാൻ പലപ്പോഴും ആലോചിക്കാണ്ട്, ദൈവം ഇത്രയും വലിയവനാണോ? ഇത്രയും നമ്മൾ കേട്ടിട്ടേ ഉള്ളായിരുന്നു പണ്ടൊക്കെ ദൈവമുണ്ടെന്ന്. പക്ഷെ നേരിട്ട് അറിയാനും നേരിട്ട് രുചിച്ചറിയാനും ആ സ്നേഹം രുചിച്ചറിയാനും ഒക്കെ സാധിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. മുമ്പുള്ളതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും എല്ലാം വെറും മിഥ്യകളായിരുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എന്നോട് ദൈവം പറഞ്ഞ ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആലോചിക്കുക. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ആകാശത്ത് വെളിച്ചം കാണുന്നില്ല, പക്ഷെ കാറ്റടിച്ച് തെളിവാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് വീണ് കിടക്കുന്ന പല വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ച് അത് തെളിവാകാൻ പോവുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ക്യാൻസർ സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അപ്പൻ സ്വർഗീയ തീ അയച്ച് ആ ക്യാൻസറിന്റെ സെല്ലുകളെ കരിച്ചു കളയും. യെസ്, ദൈവം ഇങ്ങനെ പറയുന്നു, ചലനമില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അപ്പൻ തൊട്ട് ചലനം തരാൻ പോവുകയാണ്, ചലിക്കുവാൻ പോവുകയാണ്. ഇരുട്ടിലായിരിക്കുന്ന പല വിഷയങ്ങളുടെ മേൽ വെളിച്ചം വീശാൻ പോവുകയാണ്. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന പലരും ഇതിനകത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതാണ്. ദൈവത്തിന്റെ അദൃശ്യമായ കരം തൊട്ട് പൂർണ്ണ സൗഖ്യം ദൈവം നൽകുന്നതാണ്. ചില വിഷയങ്ങൾക്കൊക്കെ ദൈവം അന്നേരം മറുപടി കൊടുക്കും, പക്ഷെ ചില വിഷയങ്ങൾക്ക് സ്വല്പം താമസിക്കും. താമസിച്ചാലും അപ്പം മറുപടി തരും. എന്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ